സ്വഭാവം പറ്റിക്കുകയും തട്ടിക്കുകയും വെട്ടിക്കുകയും ചെയ്ത് നാട്ടുകാരെയും നാട്ടുകാരുടെ പണവും കൊള്ളയടിച്ച് സെൽഫ് ഖജനാവ് വീർപ്പിക്കുന്ന സ്വഭാവം യോഗി ആദിത്യനാഥിനില്ല. വീണ്ടും അദ്ദേഹം ജനങ്ങൾക്കിടയിൽ സുസമ്മതനാകുകയാണ്. ബാംഗ്ലൂരില് മഹാകുംഭമേളയിലെ തിക്കിലും തിരക്കിലും പെട്ടു മരിച്ച ഒരു കർണാടക സ്വദേശി ഉണ്ടായിരുന്നു. അവിടെ നിന്നുള്ള ഒരു സഹോദരി, അതുപോലെ അവരുടെ മകള്, അവരുടെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും വീട്ടിലേക്ക് തിരിച്ചയച്ചു കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ യോഗി സർക്കാർ. അവർക്ക് ആ സഹോദരൻ നന്ദി പറയുകയാണ്. ഏകദേശം 1600 കിലോമീറ്റർ അകലെ നിന്നുമാണ് സ്വർണ്ണാഭരണങ്ങൾ കൃത്യമായി പൊതിഞ്ഞയച്ചു നൽകിയത് എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും സഹോദരൻ ഗുരുരാജ് ഹുഡാർ പറയുന്നു. കർണാടകയിലെ ബെൽഗാമിൽ നിന്നുള്ള ഗുരുരാജ് ഹുഡാർ യോഗി സർക്കാരിന്റെ സത്യസന്ധതയെയാണ് വാഴ്ത്തുന്നത്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായിരിക്കുകയാണ് ഇപ്പോൾ. ബെൽഗാമിൽ നിന്നും മഹാകുംഭമേളയിലെ മൗനി അമാവാസി എന്ന പുണ്യദിനത്തിൽ സ്നാനം ചെയ്യാനായി പോയവരിൽ 4 പേരാണ് മരിച്ചത്. ഇതിൽ ഗുരുരാജ് ഹുഡാറിന്റെ ചേച്ചി ജ്യോതി ഹത്തർവാദും 50കാരിയാണ്. അവരുടെ മകൾ മേഘ ഹത്തർവാദ് 18 വയസ്സുള്ള കുട്ടിയും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. തിക്കിലും തിരക്കിലും കൊല്ലപ്പെട്ട ഇവരുടെ ആഭരണങ്ങൾ കൃത്യമായി വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു യോഗി സർക്കാർ. യോഗിയുടെ സത്യസന്ധതയും എത്ര കുറ്റമറ്റ രീതിയിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. മഹാകുംഭമേളയിലെ സംഘടനാ സംവിധാനം ശക്തമായ രൂപത്തിൽ സത്യസന്ധമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ഭക്തർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവാണ് എന്നാണ് അദ്ദേഹം വാഴ്ത്തുന്നത്. തുടക്കം മുതൽ തന്നെ മഹാകുംഭമേളയും യോഗി ആദിത്യനാഥും യുപിയും പ്രയാഗ്രാജുമൊക്കെ ചർച്ചകളിൽ, വാർത്തകളിൽ, വൈറൽ വാർത്തകളിൽ, ട്രെൻഡിങ് വാർത്തകളിൽ ഒക്കെ വൈറലായി നിൽക്കുകയായിരുന്നു. അതുപോലെ മഹാകുംഭമേളയില് സ്ത്രീകൾ കുളിക്കുന്നതിന്റെ വീഡിയോ അതിനകത്തേക്ക് നുഴഞ്ഞു കയറി ഫോണിലും ക്യാമറയിലും ഒക്കെ പകർത്തുകയും അതിൻ്റെ കൂടെ ഹിന്ദു ദൈവങ്ങളുടെ കൂടി ചിത്രം ചേർത്ത് വെച്ച് വളരെ മോശമായിട്ടുള്ള ടൈറ്റിലുകളോടുകൂടി ആ വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്ത കമ്രാൻ എന്ന വ്യക്തിയെ യോഗി പോലീസ് അറസ്റ്റ് ചെയ്തു. കാരണം ഓരോ വിശ്വാസികൾക്കും അവർക്ക് വിശ്വാസം തന്നെയാണ്. അത് അപരൻ അന്ധവിശ്വാസമാണ് എന്ന് തോന്നിയാലും ശരി. ഇസ്ലാം മതവിശ്വാസികൾ ചെയ്യുന്ന പലതും ഹിന്ദുക്കൾക്ക് അന്ധവിശ്വാസമായിട്ട് തോന്നും. ഹിന്ദുക്കൾ ചെയ്യുന്ന പലതും ക്രിസ്ത്യാനികൾക്ക് അന്ധവിശ്വാസമായിട്ട് തോന്നും. ക്രിസ്ത്യാനികൾ ചെയ്യുന്ന പല കാര്യങ്ങളും മുസ്ലിങ്ങൾക്ക് അന്ധവിശ്വാസമായിട്ട് തോന്നും. അതങ്ങനെയാണ്. നമ്മൾ ചെയ്യുമ്പോൾ ഏത് കാര്യവും എന്തോ വലിയ സംഭവം, അതേ കാര്യം തന്നെ മറ്റുള്ളവർ ചെയ്താൽ നമ്മൾ അവരെ അപമാനിക്കാനും വിമർശിക്കാനും മുന്നിലുണ്ടാകും. നമ്മൾ ചെയ്യുമ്പോൾ ചക്കരയാണ്, നമുക്ക് എന്തും ചെയ്യാം, അങ്ങനെയുണ്ടോ ഈ രാജ്യത്ത്? നമുക്കുള്ള അതേ സ്വാതന്ത്ര്യം തന്നെ മറ്റുള്ളവർക്കുമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇതിനകത്ത് വേറെ ഒരു സാധനം വർക്കാകണം. ഇപ്പൊ യുപിയിലെ ബാരാബങ്കി സ്വദേശിയാണ് ഈ കമ്രാൻ എന്ന വ്യക്തി. കമ്രാന് സ്വന്തം വെബ്സൈറ്റും ഒരു ന്യൂസ് പേപ്പറുമുണ്ട്. ഇദ്ദേഹമാണ് മഹാകുംഭമേളയ്ക്ക് സ്ത്രീകൾ കുളിക്കുന്ന വീഡിയോ അധിക്ഷേപിക്കുന്ന കമന്റുകളോടുകൂടി പങ്കുവച്ചത്. ഉടനെ തന്നെ യോഗി സർക്കാർ ഇയാളെ കണ്ടുപിടിക്കുകയായിരുന്നു. അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് അഖിലേഷ് നാരായൺ സിംഗ് അറസ്റ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാളുടെ അധിക്ഷേപ കമന്റോടുകൂടി കമ്രാൻ സ്ത്രീകൾ കുളിക്കുന്ന ചിത്രങ്ങൾ എടുത്തു, വീഡിയോയും എടുത്തു. ഇയാളെ ഉടനെ തന്നെ കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് അഖിലേഷ് നാരായൺ സിംഗ് പറഞ്ഞത്. ഇപ്പോ ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെ എവിടെയായിരുന്നാലും സ്ത്രീകളാണ് നമ്മുടെ മുഖ്യ കഥാപാത്രം. അവരുടെ ശരീരത്തിന്റെ വർണ്ണന, നഗ്നതകൾ, കുളിയാണെങ്കിലും ഇനിയല്ല അതിൻ്റെ അപ്പുറം മറ്റെന്തെങ്കിലും ആണെങ്കിലും ശരി, അത് എങ്ങനെയാണ് ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു സമൂഹം അതിനെ ഏറ്റെടുക്കുന്നത് എന്നും അതിനെ സ്വീകരിക്കുന്നത് എന്നും വളരെ വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇവർ ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പബ്ലിക്കിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെയും യോഗി എന്താണ് ചെയ്തത് എന്ന് ജനങ്ങൾ കാണുമായിരുന്നു. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വളർച്ചയുണ്ടാകാനും അതല്ലെങ്കിൽ അവർക്ക് പുരോഗതി ഉണ്ടാകാനും അവർക്ക് ഒരുപാട് സംവരണങ്ങളും ആനുകൂല്യങ്ങളും ഏർപ്പാട് ചെയ്യുന്നതിനു വേണ്ടിയല്ല യോഗിയാണെങ്കിലും മോദിയാണെങ്കിലും പ്രവർത്തിക്കുന്നത്. ആ നാട്ടിലെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ്. ഹിന്ദുക്കളുടെ മാത്രമല്ല, ഭക്തരായ ആളുകളുടെ മാത്രമല്ല, ഇങ്ങേയറ്റം നിരീശ്വരവാദികളുടെ വരെ യുപിയിലെ മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ്. അതിനോട് അദ്ദേഹം 100% നീതി പുലർത്തിയേ മതിയാകൂ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പബ്ലിക്കിന്റെ ഖജനാവിൽ നിന്ന് കൊള്ളയടിക്കാനും കട്ടെടുക്കാനും മോഷ്ടിക്കാനും അപരനെ പറ്റിക്കാനും കൈക്കൂലി വാങ്ങിച്ച് പണമുണ്ടാക്കാനും അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. കാവി ധരിക്കുന്ന
നഗ്നപാതനായി സഞ്ചരിക്കുന്ന ഈ മനുഷ്യന് എന്തിനാണ് ഒരുപാട് പണം? അതും ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. രാജ്യത്തിന്റെ പുരോഗതി, ബഹുസ്വര രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ്, ജനാധിപത്യത്തെ നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. ഇവിടെ എല്ലാ മതവിഭാഗങ്ങളും ഐക്യത്തോടെ, സ്നേഹത്തോടെ, സഹകരണത്തോടെ പരസ്പരം കൊണ്ടും കൊടുത്തും ജീവിക്കണം. ഇത് തന്നെയാണ് എല്ലാ രാജ്യസ്നേഹികളായിട്ടുള്ള, ദേശവാദികളായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളും ആഗ്രഹിക്കുക. ഇപ്പൊ നമുക്കറിയാം, സമാജ്വാദി പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ അസംഗഡ്, അവിടെ പ്രവർത്തിക്കുന്ന അനധികൃത മദ്രസകൾക്കെതിരെ വ്യാപകമായിട്ടുള്ള നടപടി യോഗി സർക്കാർ ആരംഭിച്ചത് എന്തിനാണ്? അതായത് സർക്കാർ ഭൂമികൾ കയ്യേറി അവിടെ മദ്രസകളും പള്ളികളും ഉണ്ടാക്കിയാൽ ആരും അവിടേക്ക് തൊടില്ല എന്നാണ് ഇവർ ധരിച്ചു വെച്ചിരുന്നത്. മതവികാരം വ്രണപ്പെടില്ലേ? ഇനിയിപ്പോൾ ഒരു ഹൈന്ദവ ആരാധനാലയമാണ് അനധികൃതമായി കെട്ടിപ്പൊക്കിയതെങ്കിലും ശരി, യോഗി ഇതേ നിലപാട് തന്നെ സ്വീകരിച്ചതാണ് ചരിത്രം. പ്രത്യേക അന്വേഷണ സംഘം, ഒരു SIT ഇതിനെ രൂപീകരിച്ചിട്ടാണ് യോഗി ആദിത്യനാഥ് അതിനെ കുറിച്ചിട്ട് അന്വേഷിക്കണം എന്ന് നിർദ്ദേശം നൽകിയത്. ഈ അന്വേഷണത്തിൽ 219 മദ്രസകളുടെ പ്രവർത്തനത്തിൽ വ്യക്തമായിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്തി. ഇത് സർക്കാരിന്റെ എല്ലാ വിധത്തിലുള്ള മാനദണ്ഡങ്ങളും ലംഘിച്ച് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിരുന്നു എന്നാണ് കണ്ടെത്തിയത്. ഈ മദ്രസകൾക്കെല്ലാം എതിരെ FIR ഫയൽ ചെയ്യാൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിനെതിരെ ബുൾഡോസർ നടപടിയും ഉണ്ടാകുമെന്നാണ് യോഗി ആദിത്യനാഥ് മുൻകരുതൽ എന്ന വണ്ണം പറഞ്ഞു വയ്ക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരം അനധികൃതമായി നിർമ്മിച്ചതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള മദ്രസകൾ പൊളിച്ചു നീക്കി ഭൂമി നിർധനരായ ആളുകൾക്ക് ഭവന നിർമ്മാണത്തിനായി പ്രയോജനപ്പെടുത്തും എന്ന് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിരുന്നതാണ്. ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം സംസ്ഥാന മദ്രസ പോർട്ടലിൽ പട്ടികപ്പെടുത്തിയിട്ടുള്ള 313 മദ്രസകളുടെ ഓഡിറ്റിംഗിൽ സർക്കാർ മാനദണ്ഡങ്ങളുടെ വ്യാപകമായിട്ടുള്ള ലംഘനങ്ങൾ കണ്ടെത്തി. ഈ സ്ഥാപനങ്ങളിൽ 219 എണ്ണം നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് SIT അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചു. ഇത്തരം മദ്രസകൾ കള്ളനോട്ടടി മുതൽ തീവ്രവാദങ്ങൾക്ക് വരെ ഒത്താശ ചെയ്യുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. അനധികൃത മദ്രസകളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അഴിമതി 2009-10 കാലഘട്ടത്തിലാണ് ആരംഭിച്ചത്. അന്ന് നിരവധി സ്ഥാപനങ്ങൾക്ക് യാതൊരു പരിശോധനയും കൂടാതെ അംഗീകാരവും സാമ്പത്തിക സഹായവും ലഭിച്ചു. അസംഗഡിലെ 700 മദ്രസകളിൽ 387 എണ്ണം മാത്രമാണ് സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്നും മറ്റതെല്ലാം സമർത്ഥമായി സർക്കാരിന്റെ എല്ലാ നിയമങ്ങളെയും തെറ്റിച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്നും യോഗിയുടെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. നമ്മുടെ നാട്ടിലെ പോലെ പൊതുവിദ്യാഭ്യാസത്തിന് വേറെ സ്കൂളുകളും കോളേജുകളും അങ്ങനെയൊന്നും അല്ല. അവിടെ മദ്രസകളിൽ കൂടെ തന്നെയാണ് കുട്ടികൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സും ഹിന്ദിയും തുടങ്ങിയ എല്ലാ ലാംഗ്വേജസും പഠിക്കേണ്ടത്. അപ്പോൾ മദ്രസകൾക്ക് ഗ്രാന്റ് കൂടി നൽകിയാണ് ഇത്തരത്തിൽ അതിനെ പ്രയോജനപ്പെടുത്തുന്നത് യോഗി. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പല സംസ്ഥാനങ്ങളിലും ഇതേ അവസ്ഥ തന്നെയാണ്, അസമിന്റെ അവസ്ഥയാണെങ്കിലും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഇൻസ്പെക്ഷൻ ശക്തമായ രൂപത്തിൽ ഇടയ്ക്കിടെ നടത്തുന്നത്. എന്നാൽ കേരളത്തിൽ ഇന്നേ വരെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരറിവും നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം അനധികൃതമായി നിർമ്മിച്ചുണ്ടാക്കിയ 100 കണക്കിന് മദ്രസകൾ ഈ കേരളക്കരയിലുണ്ട്. തൊടാൻ സംസ്ഥാന സർക്കാരിന് ധൈര്യവുമില്ല. യോഗി സർക്കാരിനെ നിരന്തരം പഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതും ചിലർക്കൊരു അലങ്കാരം. നന്ദി.